പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ് പല്ലശ്ശന വാമല ശ്രീ അയ്യപ്പ ക്ഷേത്രം. വലിയ ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കല്ലും പാറയും നിറഞ്ഞ കാട്ടിടവഴിയിലൂടെ കുത്തനെയുള്ള പാറക്കെട്ടുകളും താണ്ടി വേണം ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ തന്നെ ആദ്യം പോകേണ്ടത് മുണ്ടിയന്റെയും ഖണ്ഡാകർണന്റെയും അടുത്തേക്കാണ്. കാർഷിക വൃത്തി ഉപജീവനമാക്കിയ പാലക്കാട്ടെ ഓരോ കർഷകർക്കും മുണ്ടിയനെയും ഖണ്ഡാകർണനെയും വളരെ അടുത്തറിയാം. അവർ ആഗ്രഹിക്കുന്നതും അവർ അനുഗ്രഹം വാങ്ങുന്നതുമായ അവരുടെ സ്വന്തം പരദേവതകൾ തന്നെയാണ് മുണ്ടിയനും ഖണ്ഡാകർണനും. ഇവിടെ വർഷത്തിൽ ദീപാവലി ദിവസം വാവ് ദിവസമാണ് ഇവിടെ വാമനകയറ്റം നടക്കുക. പല്ലശ്ശന പഴയകാവെന്ന് വേരാപ്പര എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനെയും വഹിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരിക. ചെണ്ടമേളത്തിൻ്റെ വാദ്യഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇവിടെ വന്ന് ഇവിടെ വിശേഷ പൂജകളൊക്കെ ഉണ്ടാകുന്ന ദിവസം. പിന്നെ ഇവിടെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞാൽ കൈയും കാലും ശൂലത്തർക്ക് കാല് കൈ വഴിപാടുകൾ, പിന്നെ അർച്ചന. പിന്നെ എല്ലാ മാസവും 1-ാം തീയതി മലയാള മാസം 1-ാം തീയതി ഇവിടെ പൂജയുണ്ടാവും. ഇവിടെ പ്രതിഷ്ഠ വന്നിട്ട് അയ്യപ്പൻ അച്ഛനും മക്കളും ഒക്കെ കൂടെ കുടുംബത്തോടെ ഇരിക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. മലമുകളിൽ എത്തിയാൽ തന്നെ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അതോടൊപ്പം നെല്ലിയാമ്പതി കൊല്ലങ്കോടൻ മലനിരകളും കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുക മാത്രമല്ല, ജീവിതത്തിൽ ഒരു നിമിഷം ആസ്വദിക്കുവാൻ നമുക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നയനമനോഹരമായ ഒരു കാഴ്ചയുടെ പൊടിപൂരം തന്നെയാണ് ഒരുക്കുന്നത്. വർഷത്തിൽ ദീപാവലി നാളിൽ മാത്രം ഉത്സവം നടക്കുന്ന ഒരു അമ്പലവും അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് കൊല്ലങ്കോട് മലനിരകളിലെ പലകപ്പാണ്ടി, സീതാർകുണ്ട്, വെള്ളരിമേട് തുടങ്ങി പേരുള്ളതും പേരറിയാത്തതുമായ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ മഴക്കാലത്ത് അവിടെ നിന്ന് കാണാം. വെയിൽ ഉറയ്ക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ വെയിലൽപ്പം താഴ്ന്നതിന് ശേഷമോ മാത്രം വാമല കയറുക. ഏതൊരു മലകയറ്റം പോലെയും വാമല കയറുമ്പോഴും അല്പം വെള്ളവും അത്യാവശ്യം ലഘുഭക്ഷണങ്ങളും കയ്യിൽ കരുതാം. മലയ്ക്ക് മുകളിലെത്തിയാൽ നല്ല തണുത്ത കാറ്റ് തന്നെയാണ്. മനസ്സിനും ശരീരത്തിനും ഊർജം പകരുന്ന ഒരു തണുത്ത പാലക്കാടൻ കാറ്റ്. അതെ, പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളും കൊണ്ട് അവിടെ ചെന്ന് നിക്ഷേപിക്കാതെ ഏവർക്കും സൗന്ദര്യം ആസ്വദിക്കുവാനായി വാമല കാത്തിരിക്കുക തന്നെയാണ്. ഏതൊരു യാത്രയിലെയും പോലെ തന്നെ വാമലയെയും പല്ലശ്ശനെയും അടുത്തറിയുന്ന ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ വാമലയ്ക്ക് തൊട്ട് താഴത്തുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം വാമല കയറുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, അവിടെ പോയാൽ നമുക്ക് അറിയുവാനും കേൾക്കുവാനും ഒട്ടേറെ ഐതിഹ്യ കഥകളും ചരിത്രവും അവർ പറയുന്നത് കേൾക്കാൻ തന്നെ ബഹുരസമാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് ഞങ്ങൾക്ക് വഴികാട്ടിയായി വന്നത് പല്ലശ്ശന സ്വദേശിയും വാദ്യകലാകാരനുമായ സുധിയും കൂട്ടുകാരൻ ഗോപേട്ടനുമാണ്. അവരിൽ നിന്നും കേട്ടറിഞ്ഞ കഥയുടെ ഒരു രത്ന ചുരുക്കവും ദൃശ്യാവിഷ്കാരവും മാത്രമാണ് ഈ വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോളേ ഇത് ചെകിട് മാമൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാമലയിൽ വന്നിട്ട് കഴിഞ്ഞാൽ തൊഴുതാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈ കൊട്ടിയിട്ട് വേണം പ്രാർത്ഥിക്കുക എന്നാണ് ഞാൻ കേട്ടതും എനിക്ക് താഴത്തുനിന്ന് വരുമ്പോൾ കിട്ടിയൊരു അറിവ്. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ഒരു ആചാരം ഇവിടെ ഉണ്ട് എന്ന് എന്നെ കൊണ്ട് താഴത്തുനിന്ന് പറഞ്ഞതാണ്. അത് ശരിയാണ് എങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ഇട്ടോളി. അറിയാതെ ഞാൻ പറഞ്ഞതാണെങ്കിൽ എന്നെ കൊണ്ട് ക്ഷമിക്കുകയും ചെയ്തോളൂ. പോരെ?